വാർത്തകൾ തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ. കാലിക്കറ്റ് സർവകലാശാലയിലെ തനിക്കെതിരായ ബാനറുകൾ നീക്കം ചെയ്യാൻ ഗവർണറുടെ നിർദ്ദേശം. വിസിയോട് വിശദീകരണം തേടും. പ്രതിഷേധം ഗവർണർ ക്ഷണിച്ചു വരുത്തിയതെന്ന് മുഖ്യമന്ത്രി. SFIയെ ക്രിമിനലുകളെന്ന് വിളിച്ചത് ചരിത്രം അറിയാത്തതുകൊണ്ടെന്ന് സ്പീക്കർ. പൊതുചടങ്ങുകളില്ലാത്തതിനാൽ ഇന്നത്തെ പ്രതിഷേധം ഒഴിവാക്കി SFI. വണ്ടിപ്പെരിയാറിലെ പോലീസ് വീഴ്ചയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. മഹിളാ കോൺഗ്രസ് പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള യുവമോർച്ച മാർച്ചിലും സംഘർഷം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് K. സുധാകരൻ. ഗൺമാന്റെ മർദ്ദനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി മുഖ്യമന്ത്രി. പ്രവർത്തകരെ ഇനിയും മർദ്ദിച്ചാൽ ഗുരുതര പ്രത്യാഘാതമെന്ന് K. സുധാകരൻ. റാന്നിയിൽ യൂത്ത് കോൺഗ്രസ് DYFI സംഘർഷം. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 4 യെല്ലോ അലർട്ട്. മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം കേരളത്തിലും. വകഭേദം കണ്ടെത്തിയത് തിരുവനന്തപുരത്ത്. വൈറസിന് വ്യാപനശേഷി കൂടുതലെന്ന് ആരോഗ്യ വിദഗ്ധർ. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച അതീവ ഗുരുതരമെന്ന് പ്രധാനമന്ത്രി. ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമെന്നും നരേന്ദ്രമോദി. പാർലമെന്റിലേക്ക് പാസ് നൽകിയ BJP MPയെ ചോദ്യം ചെയ്യും. നശിപ്പിച്ച ഫോണുകളുടെ അവശിഷ്ടം പോലീസ് കണ്ടെത്തി. മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം നേരിന് UA സർട്ടിഫിക്കറ്റ്. ദൈർഘ്യം 2 മണിക്കൂർ 32 മിനിറ്റ് എന്ന് റിപ്പോർട്ട്. ആകാംക്ഷയോടെ ആരാധകർ. ജോഹന്നാസ്ബർഗ് ഏകദിനത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ദക്ഷിണാഫ്രിക്കയെ 8 വിക്കറ്റിന് തകർത്തു. ശ്രേയസ് അയ്യർക്കും സായ് സുദർശനും അർദ്ധ സെഞ്ചുറി.